Good afternoon. ഇന്ന് സ്ത്രീകളിൽ കാണുന്ന ഹോർമോണൽ ഇംബാലൻസുകൾ എന്തെല്ലാമാണെന്ന് നോക്കാം. അപ്പോൾ ഹോർമോൺ എന്ന് പറയുന്നത് ഒരു കെമിക്കലാണ്. ഗ്ലാൻസ്, ശരീരത്തിലെ ഗ്ലാൻസ് ഉൽപ്പാദിപ്പിക്കുന്ന കെമിക്കലിനെയാണ് നമ്മൾ ഹോർമോൺ എന്ന് പറയുന്നത്. ഈ ഹോർമോണുകൾക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോൺ പ്രോബ്ലത്തിലെ ഏറ്റവും പ്രധാനമായതാണ് ഡയബറ്റീസ്. പിന്നെ വരുന്നതാണ് തൈറോയിഡിന്റെ പ്രോബ്ലം. പിന്നെ അത് കഴിയുമ്പോഴത്തേക്കും പോളിസിസ്റ്റിക് ഓവറി ഉണ്ടാകാം. പിന്നെ മിൽക്ക് ഹോർമോണിലുള്ള പ്രശ്നങ്ങൾ, പിന്നെ അഡ്രിനൽ ഹോർമോൺ, കോർട്ടിസോളിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെ പല രീതിയിലും ഹോർമോണൽ പ്രോബ്ലംസ് സ്ത്രീകളിൽ കണ്ടുവരാം. നമുക്ക് ആദ്യം എന്തെല്ലാം ഗ്രന്ഥികളാണ്, ഗ്ലാൻസ് ആണ് സ്ത്രീകളിൽ പ്രത്യേകമായിട്ടും ഉള്ളത് എന്നുള്ളതൊന്ന് നോക്കാം. ഓവറിയാണ് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾക്ക് പല കാര്യങ്ങളുണ്ട്. അത് എഗ്ഗ് വളരാൻ സഹായിക്കുന്നു ഓവറിയിൽ. പിന്നെ യൂട്രസിന്റെ ലൈനിങ്ങിനെ നല്ല രീതിയിൽ പാകപ്പെടുത്തി ഫസ്റ്റ് ഹാഫ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ ഈസ്ട്രജൻ പ്രവർത്തിച്ച് പിന്നെ ഓവുലേഷൻ ആയി കഴിയുമ്പോൾ ഓവറിയിൽ നിന്നും പ്രൊജസ്ട്രോൺ ഹോർമോൺ ഉണ്ടായി അത് വളർന്ന് ഗർഭധാരണം സംഭവിക്കുകയാണെങ്കിൽ ആ എൻഡോമെട്രിയത്തിനെ, ഈ എംബ്രിയോനെ ഇംപ്ലാന്റ് ചെയ്ത് പാകപ്പെടുത്തി വളർത്താനുള്ള പാകത്തിലാക്കുന്നത് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണാണ്. ബട്ട് പ്രഗ്നൻസി ആയില്ലെങ്കിൽ നെക്സ്റ്റ് സൈക്കിളിൽ മെൻസ്ട്രുവേഷൻ കിട്ടും. അപ്പോൾ ഈ ഈസ്ട്രജനും പ്രൊജസ്ട്രോണും കുറയുമ്പോഴാണ് ഈ വിഡ്രോവൽ ബ്ലീഡിംഗ് പോലെ മെൻസ്ട്രുവേഷൻ വരുന്നത്. അതാണ് നോർമൽ മെൻസ്ട്രുവൽ സൈക്കിൾ. ഈ ഈസ്ട്രജന്റെയും പ്രൊജസ്ട്രോണിന്റെയും ഉൽപാദനത്തിനെ ഓവറിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഹോർമോണാണ് FSH, LH എന്നുള്ള ഹോർമോൺ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. തലച്ചോറിന്റെ ഉള്ളിലുള്ള ഒരു ഗ്രന്ഥിയാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി. ഈ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയാണ് മാസ്റ്റർ ഗ്ലാൻഡ് ഓഫ് ഹ്യൂമൻ ബോഡി എന്ന് പറയുന്നത്. അപ്പൊ അതൊരു മേജർ ഗ്ലാൻഡ് ആണ്. വളരെ ചെറിയൊരു ഗ്ലാൻഡ് ആണ് എങ്കിൽ പോലും അതിൽ നിന്നും വളരെ പ്രധാനപ്പെട്ട ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഈ ഗ്രന്ഥിയിൽ നിന്നും പ്രധാനമായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോണുകളാണ് FSH, LH, ഫോളിക്കുലാർ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടിനൈസിംഗ് ഹോർമോൺ എന്നുള്ള രണ്ട് ഹോർമോണുകൾ ഉണ്ടാകുന്നു. ഇത് സ്ത്രീ ഹോർമോണായ ഈസ്ട്രജനും പ്രൊജസ്ട്രോണിന്റെയും പ്രൊഡക്ഷനെ ഓവറിയിൽ നിയന്ത്രിക്കുന്നത് ഈ FSH, LH ഹോർമോണുകളാണ്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് ഉണ്ടാകുന്ന വേറെ രണ്ട് ഹോർമോണുകളാണ് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണും പ്രൊലാക്റ്റിൻ ഹോർമോണും. തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ തൈറോയ്ഡ് ഗ്രന്ഥി, കഴുത്തിന് മുൻഭാഗത്തുള്ള ഇങ്ങനെ ഈ ഭാഗത്തുള്ള ഗ്രന്ഥിയാണ് തൈറോയ്ഡ് ഗ്രന്ഥി. ഈ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന T3, T4 എന്നുള്ള ഹോർമോണുകളെ നിയന്ത്രിക്കുന്നത് തൈറോയ്ഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. പിന്നെ പാലുൽപാദനത്തിനെ മാതൃത്വത്തിൽ നമ്മൾ കുട്ടിക്ക് മുലയൂട്ടാൻ വേണ്ടിയിട്ട് മിൽക്ക് ബ്രസ്റ്റിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഹോർമോണാണ് പ്രൊലാക്റ്റിൻ. ഈ പ്രൊലാക്റ്റിനും പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് വരുന്ന ഈ ഹോർമോണുകളാണ് ഗ്ലാൻഡുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്നത്. പിന്നെ പിറ്റ്യൂട്ടറി ഗ്രന്ഥിയിൽ നിന്ന് തന്നെ ACTH എന്ന് പറഞ്ഞാൽ അഡ്രിനോ കോർട്ടിക്കോട്രോഫിക് ഹോർമോൺ എന്നുള്ളൊരു ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അത് അഡ്രിനൽ എന്നുള്ളൊരു ഗ്ലാൻഡ് ഉണ്ട്. കിഡ്നിയുടെ മുകളിലുള്ള ഗ്ലാൻഡാണ് അഡ്രീനൽ ഗ്ലാൻഡ്. ഈ അഡ്രീനൽ ഗ്ലാൻഡിൽ നിന്നാണ് കോർട്ടിസോൾ എന്നുള്ള ഹോർമോണും അതേപോലെ അഡ്രിനാലിൻ എന്നുള്ള ഹോർമോണും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഈ കോർട്ടിസോള്, അഡ്രിനാലിൻ എന്നുള്ള ഹോർമോണുകളെല്ലാം ബ്ലഡ് പ്രഷർ, സ്ട്രെസ്സിനെ എഗെയിൻസ്റ്റ് ഫൈറ്റ് ചെയ്യാനുള്ള, പെട്ടെന്നൊരു സ്ട്രെസ് വന്നാൽ അതിന് തടയാനുള്ള, അതിൽ നിന്ന് നമ്മളെ ശരീരത്തിനെ പ്രതിരോധിച്ച് സംരക്ഷിക്കാനുള്ള ഹോർമോണുകളാണ് ഈ കോർട്ടിസോളും അഡ്രിനാലിനും. അതെല്ലാം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്നാണ്. അതേപോലെ വാട്ടർ ആൻഡ് സോഡിയം പൊട്ടാസ്യത്തിന്റെ ലെവലെല്ലാം ബാലൻസ് ചെയ്യുന്നതും അഡ്രിനൽ ഗ്രന്ഥിയാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് മിനറലോ കോർട്ടിക്കോയിഡ് എന്നുള്ള ഹോർമോണുകളും ഈ അഡ്രിനൽ ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്.
അപ്പോൾ ശരീരത്തിലെ പ്രധാനമായ ഗ്രന്ഥികളെന്ന് എടുത്താൽ പിറ്റ്യൂട്ടറി, തൈറോയിഡ്, അഡ്രിനൽ ഗ്ലാൻഡ്, പിന്നെ പാൻക്രിയാസിൽ നിന്ന് വരുന്നതാണ് ഇൻസുലിൻ. ഈ ഇൻസുലിൻ ശരീരത്തിന്റെ ഗ്ലൂക്കോസിന്റെ പ്രവർത്തനത്തെയാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ഓവറി എന്നുള്ളത് നമുക്കൊരു ഗ്രന്ഥിയായിട്ട് തന്നെ കണക്കാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ 2 ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ ഉണ്ടാകും. അപ്പോൾ ഈ മെയിൻ ഹോർമോണുകളെല്ലാം ചേർന്നാണ് ഒരാളുടെ ശരീരത്തിന്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നതും തീരുമാനിക്കുന്നതും. ഇതിലെ സ്ത്രീയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഓവറി. ഓവറിയിൽ നിന്ന് ശരിയായ രീതിയിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഉണ്ടായാൽ മാത്രമേ മാസമുറ കറക്റ്റ് ആയിട്ട് വരുള്ളൂ, അണ്ഡാൽപാദനം ശരിയായ രീതിയിൽ നടക്കുള്ളൂ, കുട്ടികളുണ്ടാവാൻ ഗർഭധാരണത്തിനെല്ലാം ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ അളവ് ശരിയായ രീതിയിൽ വേണം. ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന് ഇതുകൂടാതെ സ്കിന്നില്, ബ്ലഡ് വെസലില്, ഹെയറില് എല്ലാം പ്രവർത്തനങ്ങളുണ്ട്, ബോണില് എല്ലാം. അപ്പൊ ഇങ്ങനെ ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ഒക്കെ വേരിയേഷൻസ് വരുമ്പോൾ സ്കിന്നിലെല്ലാം ചേഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ അതുകൂടാതെ ഈ ഈസ്ട്രജൻ ബോണിന്റെ മിനറലൈസേഷൻ, അതില് സ്ട്രെങ്ത് കിട്ടാന് പ്രധാനമായിട്ടും വേണ്ട ഒരു ഹോർമോണാണ്. അപ്പൊ ഇത് കറക്റ്റായിട്ട് ഈസ്ട്രജൻ ലെവലെല്ലാം കറക്റ്റ് ആയിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ബോണിന് സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. ഈസ്ട്രജൻ ലെവല് കുറഞ്ഞു പോകുമ്പോൾ ബോണിന് ഓസ്റ്റിയോപൊറോസിസ് എന്നുള്ള രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട്, ബലക്ഷയം പോലെ വരാനുള്ള സാധ്യതയുണ്ട്. ഈ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണിന് ബ്രസ്റ്റിലെ ഡെവലപ്മെന്റിലും പ്രധാനമായ ചില കാര്യങ്ങൾ വഹിക്കുന്നുണ്ട്. അപ്പോൾ ബ്രസ്റ്റിന്റെ ശരിയായ ഡെവലപ്മെന്റിന് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ ഹോർമോണുകൾ വേണം. ഇതുകൂടാതെ സ്ത്രീയില് വളരെ ചെറിയ തോതില് പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിറോണും ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോൺ എന്നുള്ള ഹോർമോണും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഇത് വരുന്നത് ഓവറിൽ നിന്നാണ് മെയിനായിട്ട് വരുന്നത്. ഒരു 15% മാത്രം അഡ്രിനൽ ഗ്ലാൻഡിൽ നിന്നും വരും. അപ്പൊ ഈ പുരുഷ ഹോർമോണിന്റെ അളവ് കൂടുതലായി വരികയാണെങ്കിൽ മുഖക്കുരു, രോമവളർച്ച, സ്ത്രീകളിൽ രോമവളർച്ച എന്നുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പറ്റും. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഈ ഓരോ ഹോർമോണുകൾക്കും എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്നുള്ളതൊന്ന് ചിന്തിക്കാം. പാൻക്രിയാസിനെ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വരുന്ന ഹോർമോണാണ് ഇൻസുലിൻ. ഈ ഇൻസുലിന്റെ അളവ് കുറഞ്ഞു പോയാൽ ഈ ഇൻസുലിൻ നമ്മുടെ ശരീരത്തിലെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ ഗ്ലൂക്കോസിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ സെൽസിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസുലിന്റെ പ്രവർത്തനം ആവശ്യമാണ്. അപ്പൊ ഈ ഇൻസുലിന്റെ അളവ് കുറവാവുകയാണെങ്കിൽ ഈ കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള ഗ്ലൂക്കോസ് ശരീരത്തിൽ ബ്ലഡിൽ എത്തുകയും ചെയ്യും. പക്ഷെ നമ്മുടെ കോശങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്ലഡിലെ ഗ്ലൂക്കോസ് ലെവല് കൂടുതലായി വരും. ആ കണ്ടീഷനാണ് ഡയബറ്റീസ് മെലിറ്റസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഡയബറ്റീസ് മെലിറ്റസ് ഇൻസുലിന്റെ അളവ് കുറഞ്ഞതുകൊണ്ട് വരുന്നതാണ്. അതേപോലെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസ്. ഈ പോളിസിസ്റ്റിക് ഓവേറിയൻ ഡിസീസിൽ വരുന്നത് എന്താന്ന് വെച്ചാൽ ഇൻസുലിൻ അളവില് പ്രൊഡക്ഷൻ നല്ലോണം ഉണ്ടാവും, പക്ഷെ ഇതിന്റെ വർക്കിംഗ് കപ്പാസിറ്റി കുറവായിരിക്കും. അത് ശരിയായ രീതിയിൽ പ്രവർത്തിക്കില്ല. അപ്പൊ കുറെ ഇൻസുലിൻ ഉണ്ടെങ്കിലും അതിന്റെ പ്രവർത്തന ശേഷി കുറവായിരിക്കും. അപ്പൊ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കുക, ഇൻസുലിൻ കൂടുതലും കാണും, പക്ഷെ ഗ്ലൂക്കോസ് കറക്റ്റായിട്ട് രൂപത്തിൽ ഉപയോഗിച്ച് ശരിയായ രീതിയിൽ കോശങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഇൻസുലിൻ അല്ല. ആ ഇൻസുലിന്റെ പ്രവർത്തനം ശരിയായ രീതിയിലാവില്ല. ഇൻസുലിന്റെ പ്രവർത്തനത്തിൽ ഒരു റെസിസ്റ്റൻസ് വന്നിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ബ്ലഡ് ഷുഗർ കൂടുകയും ചെയ്യും. അങ്ങനെയുള്ള ഷുഗർ കൺവേർട്ട് ചെയ്തിട്ട് ഫാറ്റ് ആയിട്ട് ഓവറിയിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് ഓവറിയിലും ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. അപ്പൊ ഓവറിയിൽ ശരിയായ രീതിയിൽ ഫോളിക്കിളിൽ വളരില്ല. ചെറിയ ചെറിയ കുമിളകൾ പോലെയുള്ള ഫോളിക്കിൾസ് ഉണ്ടാകും. അതിനെ നമ്മൾ പോളിസിസ്റ്റിക് ഓവറി എന്ന് പറയും. അങ്ങനെ വരുമ്പോൾ ആ ഓവറിന്റെ ഔട്ടർ വോളിലുള്ള തിക്നെസ് കൂടിയിട്ട് അതിൽ നിന്നും പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിറോണും ഡീഹൈഡ്രോ എപ്പി ആൻഡ്രോസ്റ്റിറോണും പ്രൊഡക്ഷൻ വരികയും
അത് സ്കിന്നിൽ പ്രവർത്തിച്ചിട്ട് മുഖക്കുരുവും അമിത രോമ വളർച്ചയും ഉണ്ടാക്കുകയും ചെയ്യും. അങ്ങനെയാണ് പോളിസിസ്റ്റിക് ഓവറിയില് ഇൻസുലിന്റെ പ്രവർത്തനത്തിലുള്ള തകരാറ് കൊണ്ട് വരുന്ന ഗ്ലൂക്കോസിലുള്ള ലെവലിലുള്ള പ്രശ്നങ്ങള്, അതേപോലെ ഓവറിന്ന് വരുന്ന ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ ബാലൻസിലുള്ള വ്യത്യാസങ്ങൾ കൊണ്ടുവരുന്ന മാസമുറയിലുള്ള വ്യത്യാസങ്ങള്, ഓവറിയിൽ നിന്ന് തന്നെ വരുന്ന പോളിസിസ്റ്റിക് ഓവറിയിലുള്ള ഓവറിയിൽ നിന്ന് വരുന്ന പുരുഷ ഹോർമോണുകളായ ടെസ്റ്റോസ്റ്റിറോൺ, ഡീഹൈഡ്രോ ആൻഡ്രോസ്റ്റിറോൺ എന്നതിന്റെ കൂടുതൽ കൊണ്ട് വരുന്ന രോമ വളർച്ച, മുടി കൊഴിയല്, അതേപോലെ മുഖക്കുരു എല്ലാം വരുന്നത് ഈ പോളിസിസ്റ്റിക് ഓവറിയിലുള്ള ഉണ്ടാകുന്ന അബ്നോർമൽ ഹോർമോൺ വേരിയേഷൻസും കൊണ്ട് വരുന്ന സിംറ്റംസ് ആണ് പോളിസിസ്റ്റിക് ഓവറിയിൽ ഉണ്ടാകുന്നത്. ഇത് സ്ത്രീകളിൽ ഒരു 85% സ്ത്രീകളിലും ഇപ്പൊ കാണുന്ന ഒരു പ്രശ്നമാണ്. ഡയബറ്റീസ്, പോളിസിസ്റ്റിക് ഓവറി, ഇത് ഇൻസുലിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ സ്ത്രീകളിൽ കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഹൈപ്പോതൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ. തൈറോയിഡിന് എന്താന്ന് വെച്ചാല്, തൈറോയിഡ് നെക്കിന്റെ മുന്നിലുള്ള ഒരു ഗ്രന്ഥിയാണല്ലോ, അതിൽ നിന്നും T3 T4 എന്നുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുണ്ട്. ഇത് ബോഡിയുടെ ടെമ്പറേച്ചർ കൺട്രോള്, വെയിറ്റ്, അതേപോലെ കുറെ തെർമോസ്റ്റാറ്റ് ബാലൻസ്, വാട്ടർ റിട്ടൻഷൻ കാര്യങ്ങളെ എല്ലാം നോക്കുന്നത്, കൈകാര്യം ചെയ്യുന്നത് ഈ T3 T4 എന്നുള്ള ഹോർമോണുകളാണ്. ഈ T3 T4 ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അത് തലച്ചോറിലെ പിറ്റ്യൂട്ടറിയിൽ നിന്നും വരുന്നതാണ്. അപ്പോ ചിലപ്പോ ശരീരത്തിൽ ഈ T3 T4ന്റെ അളവ് കുറയാൻ തുടങ്ങുകയാണെങ്കിൽ ഈ തൈറോയിഡ് ഗ്രന്ഥിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് TSH എന്നുള്ള ഹോർമോൺ പിറ്റ്യൂട്ടറി കുറച്ച് അധികമായിട്ട് ഉത്പാദിപ്പിക്കും. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ ആ കണ്ടീഷന് നമ്മൾ പറയുന്ന പേരാണ് ഹൈപ്പോതൈറോയിഡിസം. അതില് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണിന്റെ അളവ് കൂടുതലായിരിക്കും. തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അളവ് വളരെ കൂടുതലാണെങ്കിൽ T3 T4 ഹോർമോണിന്റെ അളവ് ചിലപ്പോൾ കുറഞ്ഞും കാണിക്കാനുണ്ട്. അങ്ങനെയുള്ളതിന് നമ്മൾ ഓവേർട്ട് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയും. അല്ലാത്തത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം, TSH കുറഞ്ഞ രീതിയിൽ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇത് ഈ തൈറോയിഡ് ഹൈപ്പോതൈറോയിഡിസം വന്നാല് ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ഉണ്ടാവാം. അതായത് വെയിറ്റ് ഗെയിൻ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസ് വരാം, മൂഡ് ചേഞ്ചസ് വരാം, ചെറിയ ഡിപ്രഷൻ പോലെയൊക്കെ വരാം, ഹെയർ ഫോള് വരാം, ഫ്ലൂയിഡ് റിട്ടൻഷൻ വരാം. ഇതെല്ലാം ഹൈപ്പോതൈറോയിഡിസം പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാവുന്നത്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്നുള്ളൊരു പ്രശ്നം വരാം. ഹൈപ്പർ തൈറോയിഡിസത്തിൽ നമുക്ക് ഉണ്ടാകുന്നത് ബ്ലഡില് T3 T4 ഹോർമോണിന്റെ അളവ് കൂടി വരും. അപ്പൊ TSHന്റെ ലെവല് കുറഞ്ഞും വരും. അപ്പൊ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ TSH നോർമലിൽ നിന്ന് വളരെ കുറവാണെങ്കിൽ ആണ് അവർക്ക് ഹൈപ്പർ തൈറോയിഡിസം ഉണ്ട് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ തൈറോയിഡിസത്തിന് വരുന്ന സിംറ്റംസ് ലൂസ് മോഷൻ പോലെ വരാം, വെയിറ്റ് കുറഞ്ഞു വരാം, ഭയങ്കരമായിട്ട് നെഞ്ചിടിപ്പ്, കിതപ്പ്, അങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങൾ വരാം, മുടികൊഴിച്ചിൽ അവർക്കും വരാം, മെൻസ്ട്രൽ ഇറഗുലാരിറ്റീസും ഹൈപ്പർ തൈറോയിഡിസും ഉണ്ടെങ്കിലും വരാം. ഇതെല്ലാം ട്രീറ്റബിൾ കണ്ടീഷനാണ്, മരുന്ന് കൊടുത്താൽ മാറാവുന്നതേ ഉള്ളൂ. അതേപോലെ ഇനിയുള്ളതാണ് ഈ പ്രൊലാക്റ്റിൻ, ഹൈപ്പർ പ്രൊലാക്റ്റിനീമിയ എന്ന് പറഞ്ഞിട്ടൊരു കണ്ടീഷനുണ്ട്. ബ്രസ്റ്റ് ഫീഡിങ് ഇല്ലാത്ത സമയത്തും ബ്രസ്റ്റിൽ നിന്നും പാല് വരികയാണെങ്കിൽ ഈ പ്രൊലാക്റ്റിൻ എന്നുള്ള ഹോർമോൺ, പിറ്റ്യൂട്ടറിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊലാക്റ്റിൻ എന്നുള്ള ഹോർമോൺ ഒന്ന് ചെക്ക് ചെയ്യേണ്ടത് ആവശ്യമാണ്. ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺ മിൽക്ക് പ്രൊഡക്ഷനെ സഹായിക്കുന്നു. അതേപോലെ ഓവുലേഷനെ ഇത് ചിലപ്പോൾ സപ്രസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകാൻ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഇൻഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവര് പ്രൊലാക്റ്റിൻ ഹോർമോൺ നോക്കേണ്ടത് ആവശ്യമാണ്. അതിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിനു വേണ്ട ട്രീറ്റ്മെന്റും എടുക്കും. ചിലപ്പോൾ ചില സന്ദർഭങ്ങളിൽ ഈ പ്രൊലാക്റ്റിൻ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ അത് ചിലപ്പോൾ ഈ പിറ്റ്യൂട്ടറിയിലുള്ള ചില
ചെറിയ ട്യൂമർ കൊണ്ട് ഇങ്ങനെ വരാറുണ്ട്. അപ്പൊ അത് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള പിറ്റ്യൂട്ടറി അഡിനോമ എന്നുള്ള പിറ്റ്യൂട്ടറി ട്യൂമർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളതും ചില സന്ദർഭത്തിൽ നോക്കേണ്ടത് ആവശ്യമുണ്ട്. പിന്നെ വരുന്ന ഒരു ഹോർമോൺ പ്രശ്നമാണ് ഈ കോർട്ടിസോളിന്റെ ലെവല് വ്യത്യാസം വരുന്നത്. അപ്പൊ അതിലും ചില വെയിറ്റ് ഗെയിൻ വരാം, സ്കിൻ ചേഞ്ചസ് വരാം, ബ്ലഡ് പ്രഷറിലെ ഷുഗർ കൺട്രോളിലും ഒക്കെ വേരിയേഷൻസ് വരാം. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോണൽ ഇംബാലൻസ്. പിന്നെ ഈ മാസമുറയോട് അനുബന്ധിച്ച് ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ അളവില് വ്യത്യാസങ്ങൾ വരാം. അപ്പൊ ചില ആൾക്കാർക്ക് ഈ പ്രൊജസ്ട്രോൺ ഹോർമോണിന്റെ അളവ് സെക്കൻഡ് ഹാഫ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ കുറച്ച് കൂടി വരും. അപ്പൊ അങ്ങനെ വരുമ്പോൾ ചില ആൾക്കാർക്ക് ബോഡിയിൽ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ പോലെ വരാം, കോൺസ്റ്റിപ്പേഷൻ വരാം, ബ്രസ്റ്റ് പെയിൻ വരാം. ചിലർക്ക് അത് മൂഡ് സ്വിങ്സ് അങ്ങനെയുള്ള കുറെ ഇറിറ്റബിലിറ്റി അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരാം. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതിന് പറയണ എല്ലാ മാസത്തിലും ഇങ്ങനെ മെൻസസിന്റെ സെക്കൻഡ് ഹാഫ്, മെൻസ്ട്രൽ സൈക്കിളിന്റെ സെക്കൻഡ് ഹാഫില് ഓവുലേഷൻ കഴിയുമ്പോൾ ചിലപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം. ഒരു സെറ്റ് ഓഫ് സിംറ്റംസ് ആയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടോടുകൂടി പ്രസന്റ് ചെയ്യാറുണ്ട് ചിലപ്പോൾ. പിന്നെ ഒന്ന് വരുന്നത് മെൻസ്ട്രുവേഷൻ നിൽക്കാറാവുന്ന സമയത്ത് ഈസ്ട്രജൻ പ്രൊജസ്ട്രോണിന്റെ അളവിൽ വ്യത്യാസങ്ങൾ വരും. ഈസ്ട്രജന്റെ അളവ് കുറഞ്ഞു വരുമ്പോൾ പെരിമെനോപോസൽ ഏജ് ഗ്രൂപ്പില് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ മെനോപോസ് ഈസ്ട്രജന്റെ അളവ് കുറയണത് കൊണ്ട് ചില ആൾക്കാർക്ക് ഹോട്ട് ഫ്ലഷസ് വരാം, മൂഡ് സ്വിങ്സ് വരാം, പിന്നെ സ്കിൻ ചേഞ്ചസ് ചുക്കിച്ചുളിഞ്ഞൊക്കെ വരുന്നതെല്ലാം ഈസ്ട്രജന്റെ അളവ് കുറയണത് കൊണ്ട് വരുന്നതാണ്. അപ്പൊ ഇതെല്ലാമാണ് കൂടുതലായിട്ടും സ്ത്രീകളിൽ കണ്ടുവരുന്ന ഹോർമോണൽ പ്രശ്നങ്ങൾ. പിന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എവാലുവേറ്റ് ചെയ്യേണ്ടതും ആവശ്യമാണ്. ഈ ഏതൊരു സ്ത്രീക്കും അവരുടെ ഹോർമോൺ ലെവല് ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ എല്ലാം വളരെ ബാലൻസിൽ പോയാലേ അവരുടെ മെൻസ്ട്രുവൽ സൈക്കിളും ശരിയായ രീതിയിൽ വരുള്ളൂ. അതേപോലെ ബോഡി വെയിറ്റ് കറക്റ്റ് ആയിട്ട് വരുള്ളൂ, സ്കിന്ന് നോർമലായിട്ട് ഇരിക്കുകയുള്ളൂ. എന്തെങ്കിലും ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടെങ്കിൽ മെൻസ്ട്രുവൽ ഇറഗുലാരിറ്റീസ് വരാം, വെയിറ്റ് കൂടാനുള്ള സാധ്യതയുണ്ട്, സ്കിന്നിൽ മുഖക്കുരു വരാം, ഹെയർ ഗ്രോത്ത് വരാം, മുടി കൊഴിയാം, ബ്രസ്റ്റിന് ചിലപ്പോൾ ഫുൾനെസ് വരാം, ചിലർക്ക് വേദന പോലെ വരാം, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വരാം. അപ്പോൾ ഒരു സ്ത്രീക്ക് അവരുടെ ആരോഗ്യവും മെൻസ്ട്രുവൽ സൈക്കിളും സ്കിന്നും ഹെയറും എല്ലാം കറക്റ്റായിട്ട് പോകണം, ബാലൻസ്ഡ് നോർമലായിട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ ഈ ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, FSH, LH, തൈറോയിഡ്, പ്രൊലാക്റ്റിൻ, കോർട്ടിസോൾ എല്ലാ ഹോർമോണും വളരെ നോർമലായിട്ട് രീതിയിൽ ഉത്പാദിപ്പിക്കപ്പെടേണ്ടതാണ്. ഈ വെയിറ്റ് ഗെയിൻ വരുമ്പോൾ, അമിതമായിട്ട് വണ്ണം വരുമ്പോൾ, ഈ ഫാറ്റ് അധികമായിട്ട് ശരീരത്തിൽ അടിയുമ്പോൾ ഈ ഹോർമോണുകളുടെ എല്ലാം ബാലൻസ് പോകും. കൺട്രോള് പോകുമ്പോൾ ഈ സ്കിന്നിലെ പ്രശ്നങ്ങള്, മെൻസ്ട്രുവേഷനിലെ പ്രശ്നങ്ങള്, മൂഡ് സ്വിങ്സ്, അതേപോലെ മുടി കൊഴിയല്, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. ഇൻഫെർട്ടിലിറ്റി, അങ്ങനെ പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും ചെറിയ സിംറ്റംസ് തോന്നുകയാണെങ്കിൽ ഈ ഹോർമോണുകളൊന്ന് ചെക്ക് ചെയ്തിട്ട് അതിന് വേണ്ട അനലൈസ് ചെയ്തിട്ട് അതിന് വേണ്ട ട്രീറ്റ്മെന്റ് ആണ് എടുക്കേണ്ടത്. വെറുതെ നമ്മളൊരു ഊഹം വെച്ചിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റില്ല. അതിന് സിംറ്റംസ് കറക്റ്റ് ആയിട്ട് ഉണ്ടാകണം. ബ്ലഡ് ടെസ്റ്റ് എല്ലാം ചെയ്യുമ്പോൾ ബ്ലഡ് ടെസ്റ്റിൽ പ്രശ്നങ്ങൾ കാണിക്കുക. അങ്ങനെ ഉള്ളപ്പോഴാണ് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്താൽ ഇതെല്ലാം കറക്റ്റ് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. ബട്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ശരീരത്തിന് ആവശ്യമായ വണ്ണം, വെയിറ്റ് മതി. അമിത വണ്ണമായാൽ പ്രശ്നങ്ങൾ കൂടുകയുള്ളൂ. അത് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ട ആഹാരക്രമം ശരിയായി പാലിക്കണം. ശരിയായ രീതിയിൽ ദിവസവും എക്സസൈസ് ചെയ്യാനും എല്ലാവരും ശ്രമിക്കേണ്ടതാണ്. അപ്പോഴേ
ബോഡി ഒരു സന്തുലിതാവസ്ഥയിൽ എല്ലാ കാര്യങ്ങളും ഹോർമോണുകളും പിന്നെ ശരീരത്തിൽ ഉള്ള കൊഴുപ്പിന്റെ അളവും എല്ലാം കറക്റ്റായിട്ട് ആരോഗ്യത്തോടെ നമുക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ വ്യായാമം അത്യാവശ്യമാണ്. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ തന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ചും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ ഡിസീസ്, ഡയബറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ ഫസ്റ്റ് വേണ്ടത് എക്സസൈസും ഗുഡ് ഡയറ്ററി ഹാബിറ്റ്സും ആണ്. നല്ല ഭക്ഷണത്തിലുള്ള ക്രമവും ചിട്ടയും ശരിയായ രീതിയിൽ പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്.